ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആട്ടപ്പൊടി വെച്ച് തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ്. ഇത് നമുക്ക് 3 നേരവും കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്ക് ആയിട്ടോ ഡിന്നറായിട്ടൊക്കെ സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഗോതമ്പ് പൊടി വെച്ചിട്ടും ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഇതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് രാവിലെ മടിയൊക്കെ ഉള്ള ദിവസങ്ങളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണിത്. കറിയൊന്നും ഇല്ലാതെ തന്നെ സേവ് ചെയ്യാനായിട്ട് പറ്റും. മടിയുള്ള ദിവസങ്ങളിലും തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ രാത്രിയൊക്കെ ചപ്പാത്തിയൊക്കെ കഴിച്ച് മടുത്തവരാണെങ്കിൽ ഒരു ദിവസമൊക്കെ ഇങ്ങനെയും ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ ആട്ടപ്പൊടി വെച്ച് തയ്യാറാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. സാധാരണ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന ആ ഒരു ആട്ടപ്പൊടിക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആട്ടപ്പൊടിയെ അപേക്ഷിച്ചിട്ട് ടേസ്റ്റ് കുറവായിരിക്കും. പക്ഷേ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുത്തിട്ട് കഴിക്കാൻ പറ്റും കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു പ്രാവശ്യങ്ങൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാനിവിടെ ഇത് തയ്യാറാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്നാക്കിന് വേണ്ടിയിട്ട് 1 കപ്പ് മുഴുവനായിട്ടൊന്നും ആവശ്യം വരില്ല. അപ്പോൾ നമുക്ക് ആവശ്യാനുസരണം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ഇതിവിടെ മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് നമുക്കൊന്ന് പുഴുങ്ങിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിവിടെ നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഓരോന്നും 2 വീതമായിട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കർ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് അതിൽ ഒരു 2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിലൊന്ന് ഉടച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഓരോ കുക്കറിനനുസരിച്ചിട്ടും വിസിലിൻ്റെ എണ്ണത്തിലൊക്കെ മാറ്റം വരും. അപ്പോൾ ഞാനിവിടെ ഒരു 3 വിസിലാണ് അടുപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു ഫോർക്ക് വെച്ചിട്ടാണ് ഉടച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോർക്കോ സ്പൂണോ ഒക്കെ വെച്ചിട്ട് ഉടച്ചെടുക്കാം. അപ്പോൾ നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ചൂടോടുകൂടി തന്നെ ഉടച്ചെടുക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ ഉടച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാനിവിടെ ഫോർക്ക് ഉപയോഗിച്ചിട്ട് ഇത് മുഴുവനായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. കാരണം ഇതിൽ ചെറിയ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടക്കാൻ വേണ്ടി കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ നല്ല പോലെ ഉടച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് സവോളയാണ്. അപ്പോൾ ഒരു ചെറിയ സവോള ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സവോള ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതുപോലെ ഒരു ഇച്ചിരി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിയിലയാണ്. അപ്പോൾ മല്ലിയില കുറച്ച് ഇതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മല്ലിയില എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണിനടുത്ത് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. അപ്പോൾ അതും 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗരം മസാല എന്തായാലും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. അതാണ് ഇതിന് പ്രത്യേകിച്ച് ഒരു നല്ല ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആട്ടപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ മുഴുവനായിട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇവിടെ കുറച്ചൊന്ന് ചേർത്ത് കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പാണ് കേട്ടോ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ചേരുവകളൊക്കെ നന്നായിട്ട് തന്നെ മിക്സായിട്ട് കിട്ടുന്നത് വരെ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഞാനിവിടെ ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കിഴങ്ങും വെച്ചിട്ട് തന്നെ നമുക്ക് നല്ലപോലെ കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മുട്ട ചേർത്ത് കൊടുക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ മാത്രം ഒരല്പം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. മുട്ട ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഞാനിതിവിടെ നല്ലപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. ഇത് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട് കിഴങ്ങായതുകൊണ്ട് തന്നെ. അതൊന്നും കുഴപ്പമില്ല, നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കിത് കുഴച്ചെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിലൊരല്പം പൊടി കുറവാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ഗോതമ്പ് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ കൈ ഒന്ന് കഴുകിയ ശേഷം ഒന്ന് വെള്ളം നനച്ചിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ബോൾ ഷേപ്പിലൊന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ കൈ നനച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാൻ. അതല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിച്ചിട്ട് നമുക്കിത് ഒരു ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ കൈ നന്നായിട്ടൊന്ന് നനച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ കുറച്ച് പൊടി ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ഇത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ടും കുറച്ച് പൊടി ഇട്ട് കൊടുത്ത ശേഷം നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തി എടുക്കുക കേട്ടോ. ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് പൊടി ഇട്ട് കൊടുക്കുക. എങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് പരത്തി ഷേപ്പാക്കി എടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാനിവിടെ കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് കട്ടി ഉണ്ടാകാൻ പാടില്ല കേട്ടോ. ഈ ഒരു വലുപ്പത്തിൽ പരത്തിയെടുക്കുമ്പോൾ ഇത് കറക്റ്റ് കട്ടിയിൽ കിട്ടും. ഇനി നമുക്കിത് കത്തി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനിവിടെ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കത്തിയിൽ ഒരല്പം ഓയിലാക്കി കൊടുക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. ഇനി നമുക്ക് പതുക്കെ ഇതൊന്ന് വേർപ്പെടുത്തി എടുക്കണം കേട്ടോ. സ്പീഡിൽ ചെയ്യരുത്, ഇത് പൊട്ടിപ്പോവും. നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഇപ്പോൾ ഇത് ഉണ്ടായിരിക്കുക. ഇനി ഇവിടെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ ശേഷം അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും വേണ്ട. നമ്മളിത് എണ്ണയിൽ മുക്കി പൊരിച്ചൊന്നുമല്ല എടുക്കുന്നത്, നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 2-3 ടീസ്പൂൺ ഓയിൽ മതിയാവും കേട്ടോ. ഒട്ടും ഓയിലൊന്നും കുടിക്കാത്ത നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ഇവ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയത് കാരണം പതുക്കെ വേണം ഇതിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ മുഴുവനായിട്ടും ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ വെന്ത് തന്നെയാണ്. നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികളൊക്കെ ഒന്ന് വേവിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടും. ആ സമയത്തൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് തീ കൂട്ടി വെക്കരുത് കേട്ടോ. അപ്പോൾ ഉൾഭാഗമൊന്നും വെന്ത് കിട്ടാതെ പുറം ഭാഗം മാത്രം ബ്രൗൺ നിറായിട്ട് കിട്ടും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്യാൻ. അപ്പോൾ ഇതിവിടെ ഒരു ഭാഗം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാനിതിവിടെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മറ്റേ ഭാഗവും ഇതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റിന് ശേഷം ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായി. ഒരു ഭാഗം കൂടെ ഇതുപോലെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പം നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടപ്പെടും. നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്